ഹലോ ഡിയേഴ്സ്. ഹെയർ ബോ മേക്കിംഗ് എന്ന് പറയുന്ന വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോകുന്നതാണല്ലോ. നമുക്ക് ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു 3 ടൈപ്പ് ഓഫ് ഹെയർ ബാൻഡാണ് നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫോം ഷീറ്റ് 3 കളറിൽ എടുത്തിട്ടുണ്ട്: ഗോൾഡ്, സിൽവർ, പിങ്ക്. നമ്മൾ ആദ്യം ഇതുപോലെ കട്ടർ ഉപയോഗിച്ചിട്ട് ഫോം ഷീറ്റിൻ്റെ പെറ്റൽസ്, കുറച്ച് ഫ്ലവർ പെറ്റൽസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ പഞ്ചിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് കുറച്ച് ബ്ലാക്ക് ഡോട്ടുകളും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് സ്റ്റോൺ വേണമെങ്കിൽ ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ പഞ്ചിങ് മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് പഞ്ച് ചെയ്തിട്ട് ബ്ലാക്ക് സ്റ്റോൺ ആക്കിയിട്ട് നമുക്കത് ഫ്ലവർ സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. ഫ്ലവറിൻ്റെ സെൻട്രലായിട്ട് വെക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. നമ്മൾ അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്കത് സെറ്റാക്കി എടുക്കാം. കംപ്ലീറ്റ് എന്നിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. ഹെയർ ബോയിൽ ഗ്ലൂ വെച്ചിട്ട് കംപ്ലീറ്റ് നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുക്കണം. ഓരോന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക. ആദ്യം സെൻറ്ററിൽ ബ്ലാക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കുക. ശേഷം ആ ഫ്ലവർ അതുമ്മ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിട വിട്ടിട്ട് കുറച്ച് സ്പേസ് വിട്ട് ചെയ്യുമ്പോൾ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു ഹെയർ ബോ ചെയ്യുന്നത് നോക്കാം. ബ്ലാക്ക് കളറിലുള്ള ഗ്ലിറ്റർ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതും ഫോം ഷീറ്റ് തന്നെയാണ്. നമുക്ക് 2 സൈസിൽ കട്ട് ചെയ്തെടുക്കണം. വീതി ഒരേ സൈസിലും നീളം 2 സൈസിലും കട്ട് ചെയ്തെടുക്കണം. ഒരു ബോയ് ആക്കണം. അതങ്ങനെയും വെക്കാതല്ലെങ്കിൽ എഡ്ജ് നമുക്കൊന്ന് ഒരു സിക്സാക്ക് ടൈപ്പിലോ അല്ലെങ്കിൽ ഒരു ഫ്ലവർ ടൈപ്പിലോ നമുക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അങ്ങനെ ബോ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ ഭംഗിയുണ്ടാവും. സെയിം മെഷർമെൻറ്റിൽ തന്നെ 2 എഡ്ജും ചെയ്യാൻ നോക്കുക. സെൻറ്ററിലൊരു കൂർപ്പ് വന്നത് പിന്നീട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. എനിക്ക് എന്തോ ഒരു അഭംഗി തോന്നിയപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ദാ ഈ ഷേപ്പിലാണത്. എന്നിട്ട് നമ്മളതിൻ്റെ സെൻറ്ററിൽ നല്ല ടൈറ്റായിട്ട് നൂല് വെച്ചിട്ട് കെട്ടിക്കൊടുക്കണം. ശേഷം നമുക്കത് ബോയിൽ സെൻറ്ററിലായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സെൻറ്ററിൽ എന്തെങ്കിലും ഒരു മൾട്ടി കളർ സ്റ്റോൺ വെക്കുമ്പോൾ, ബ്ലാക്കിൽ മൾട്ടി കളർ സ്റ്റോൺ വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ സെൻറ്ററിലൊരു മൾട്ടി കളർ സ്റ്റോണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലാക്കും മൾട്ടി കളറും നല്ലൊരു കളർ കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ അതിൽ വരുമ്പോൾ ഒരു ഭംഗി കിട്ടുന്നുണ്ട്. ശേഷം നമ്മളത് ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യണം. ഹെയർ ബോയിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. സെൻട്രലായിട്ട് സ്റ്റിക്ക് ചെയ്യുമ്പോൾ അതിനൊരു ഭംഗിയുണ്ട്. സൈഡിൽ വേണമെങ്കിൽ സ്റ്റിക്ക് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ സെൻട്രലാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. അങ്ങനെ 2 എണ്ണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കൊന്നൊരു അടുത്തൊരു ബ്ലാക്ക് ആൻഡ് ഒരു റെഡ് കളർ തീമിൽ ചെയ്ത് നോക്കാം. ബ്ലാക്ക് റെഡ് നല്ലൊരു കളർ കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ അത് രണ്ടും ചെയ്യുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം വൃത്തിക്ക് ഒന്നും കൂടെ എഡ്ജ് കട്ട് ചെയ്തെടുക്കുക. എഡ്ജ് വേണമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്തെടുക്കാം. സെൻറ്ററിലൊരു കട്ടിങ് കൊടുക്കുക. ശേഷം ഒരു ഫോം ഷീറ്റ് മറ്റേ ഫോം ഷീറ്റിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കുക. 2 ഷെയ്ഡ് കളർ ബോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ അത് ഷേപ്പ് ചെയ്തതിന് ശേഷം ബോയ് ആക്കിയിട്ട് നമുക്കത് അറേഞ്ച് ചെയ്യാം. എഡ്ജ് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ നമ്മൾ ടൈറ്റായിട്ട് അവിടെ കെട്ടി കൊടുക്കണം. ഡബിൾ ഷെയ്ഡിലുള്ള ഒരു ബോ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു സിൽവറും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ സിൽവറും ബ്ലാക്കും വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും. അപ്പോൾ നമ്മൾ 3ാമത്തെ ബോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 ബോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യാനും
ഫോളോ ചെയ്യാനും മറക്കരുത്. വെറും 10 രൂപേൻ്റെ ഫോം ഷീറ്റ് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ബോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ബൈ.